സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കാലത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ന്യൂസുകൾ, അതായത് അപ് ടു ഡേറ്റ് ആയിരിക്കുന്ന പല വാർത്തകളും നമുക്ക് അറിയാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും. നമ്മളെപ്പോഴും ടി വി കയ്യിൽ കൊണ്ട് നടക്കാൻ സാധിക്കില്ല, പത്രവും അതുപോലെ തന്നെ കയ്യിൽ കൊണ്ട് നടക്കാൻ സാധിച്ചാൽ പോലും അത്രയ്ക്കത് സുരക്ഷിതമല്ല. കാരണം പത്രം എപ്പോഴും ഈ സമയത്തും, പക്ഷേ ഈ രാത്രി ഇരുട്ടത്തും പത്രം എപ്പോഴും നമ്മുടെ കയ്യിൽ വായിക്കാനൊന്നും സാധിക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ന്യൂസുകൾ വായിക്കാം, അതും കൃത്യമായി 24 hours ന്യൂസ് അപ് ടു ഡേറ്റ് ആയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ അതിനായിട്ട് ഞാനിവിടെ ചൂസ് ചെയ്യുന്ന ഡെയിലി ഹണ്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. ഇവിടെ തന്നെ ഫസ്റ്റ് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വാർത്ത കാണിക്കുന്നത് തിരുവനന്തപുരത്ത് ജലക്ഷാമത്തെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ്, തലസ്ഥാന നഗരിയിൽ. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ന്യൂസുകൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാൻ സാധിക്കും. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്, ഇവിടെ നോട്ടിഫിക്കേഷൻ, അത് നമ്മുടെ മുകളിലായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ കോർണറിലൊരു നോട്ടിഫിക്കേഷൻ ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസൊക്കെ കാണാം. ഇത് ക്ലോസ് ചെയ്യും. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എല്ലാ ന്യൂസുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ വായിച്ചതിന് ശേഷം ജസ്റ്റ് കളർ വ്യത്യാസം, ഞാൻ കളർ വ്യത്യാസം കാണുന്ന ഈ ടെക്സ്റ്റ് ഞാൻ വായിച്ചതിന് ശേഷമുള്ളതാണ്. അപ്പോൾ നമുക്ക് എത്ര പേര് അത് വായിച്ചിട്ടുണ്ട് എന്നുള്ള റിസൾട്ടൊക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂസ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പം ആഡ്സൊക്കെ ഉണ്ടാവും, ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ന്യൂസിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും. ഒരു വീഡിയോ ആണത്. നമുക്ക് ആ ന്യൂസിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഒരുപാട് ടാബുകളുണ്ട്. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടാബുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ന്യൂസ്, ക്രിക്കറ്റ്, സ്പോർട്സ്, അങ്ങനെ ഒരുപാട് ടാബുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നമുക്കിവിടെ ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ന്യൂസുകൾ പോസ്റ്റ് ചെയ്യാം. നമുക്കൊരു പ്രൊഫൈൽ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ വീഡിയോകളുണ്ട്. വീഡിയോസുകൾ നമുക്ക് എടുത്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളുടെ വീഡിയോസ് നമുക്ക് ഇതിനകത്ത് ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീണ്ടും കാണാം.